Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. 2021 ആദ്യത്തെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വളരെ ഒരു ഇമ്പോർട്ടൻറ്റും വളരെ ഒരു എക്സൈറ്റിംഗ് പ്രൊഡക്റ്റാണ് ഷവോമിൻ്റെ Mi 10i. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ഷവോമി അനൗൺസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് ഇപ്പോൾ അറിയില്ല, ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. എന്താണെങ്കിലും ഇതിൻ്റെ കോമ്പറ്റീറ്റീവ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ OnePlus Nord ആണ്. OnePlus Nordും സാംസങ് ഗാലക്സി M51ൻ്റെ പ്രൈസ് സെഗ്മെൻറ്റിലായിരിക്കും കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൽ 108 മെഗാ പിക്സൽ സാംസങ്ങിൻ്റെ സെൻസറാണ് വരുന്നത്. അതേപോലെ തന്നെ ഫുൾ HD 120 Hz റിഫ്രഷ് റേറ്റും പിന്നെ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 750G ഒക്ടോകോർ പ്രോസസ്സറുമാണ് വരുന്നത്. 8GB ഓഫ് റാമും 128GB സ്റ്റോറേജും 4820 അതായത് 4820 mAh കപ്പാസിറ്റി ബാറ്ററിയും 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഡിവൈസാണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, പിന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 എല്ലാം കൊണ്ടും തന്നെ വളരെ ഒരു മികച്ച ഹാർഡ്വെയർ ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്കറിയത്തില്ല. മേ ബി എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഒരു 25,000 അടുത്തായിരിക്കും. എങ്കിലും ഷവോമി ആയതുകൊണ്ട് നമുക്കറിയത്തില്ല എങ്ങനെ വേണമെങ്കിൽ പ്രൈസിങ് പോകാം. വളരെ കോമ്പറ്റീറ്റീവായി ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് Mi 10iൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് കാണാം 108 മെഗാ പിക്സൽ ക്യാമറ കാണാം, മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡിങ് കാണാം, ഷവോമി ലോഗോ കാണാം, പിന്നെ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 755G 5G എനേബിൾഡ് ഡിവൈസാണ്. അപ്പോൾ നമുക്കറിയാം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ 5G എനേബിൾഡ് 2 സ്മാർട്ട് ഫോണാണുള്ളത്. OnePlus Nordും Moto G5G അങ്ങനെ 2 ഫോണുകൾ. പിന്നെ ബോക്സ് പാക്കേജിൽ Mi 10iൻ്റെ പടവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് പാനൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും 108 മെഗാ പിക്സൽ EIS ക്യാമറ കാണാം, 16 മെഗാ പിക്സൽ ഇൻ ഡിസ്പ്ലേ ക്യാമറ, പിന്നെ സ്നാപ്ഡ്രാഗൺ 750G 120 Hz ഇൻ്റലിജൻറ്റ് അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇതൊരു ഫീച്ചറാണ് ആക്ച്വലി. നമുക്കറിയാം ഈ അഡാപ്റ്റീവ് ഡിസ്പ്ലേനായിട്ട് Mi 10 Tയിലും Mi 10T Proയിലും വന്നത് 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 4820 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. UFS 2.2 സപ്പോർട്ടും LPDDR4X റാമുമാണ് വരുന്നത്. ഡുവൽ സ്പീക്കേഴ്സും TUV റൈൻലാൻഡ്സ് ലോ ലൈറ്റ് ബ്ലൂ സർട്ടിഫിക്കേഷനുണ്ട്. 360 ആംബിയൻ ലൈറ്റ് സെൻസറുണ്ട്. പിന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ഉണ്ട്. പിന്നെ Z ആക്സിസ് ഹാപ്റ്റിക് മോട്ടറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീണ്ടും ഞാൻ മെയ്ഡ് ഇൻ ഇന്ത്യ സ്റ്റിക്കർ കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ പാസിഫിക് സൺറൈസ് ആണ്. ഒരു വളരെ ഭംഗിയുള്ള കളറാണ് ആക്ച്വലി. 8GB ഓഫ് റാമും 128GB ഓഫ് സ്റ്റോറേജുമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ടൊന്ന് അൺബോക്സിങ് ചെയ്യാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഡിസൈൻ ബൈ ഷവോമി എന്ന് പറഞ്ഞ ഒരു കുഞ്ഞി ബോക്സ് കാണാം. ഇതിനകത്ത് കിട്ടുന്നത് ഒരു സിം ഇജക്റ്റ് പിന്നാണ് വരുന്നത്. അതുകൂടാണ്ട് തന്നെ ഒരു മാനുവൽ കാണാം. മാനുവലിനകത്ത് നമുക്ക് എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. അപ്പോൾ അതിനകത്ത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇല്ല, ഹൈബ്രിഡ് സ്ലോട്ടാണ്. അതേപോലെ തന്നെ സാർ വാല്യൂ 0.867 ഹെഡും ബോഡി 0.825 ആണ് വരുന്നത്. സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഉള്ളൊരു ഇൻഫർമേഷനാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് നല്ല ഒരു TPU കേസാണ് അല്ലേ, നല്ലൊരു മാറ്റ് ഫിനിഷ് TPU കേസാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ലുക്കും ഇതിനകത്തുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രൊട്ടക്ഷൻ എല്ലാം തരുന്ന ഒരു TPU കേസാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് പാസിഫിക് സൺറൈസ് കളർ. അപ്പോൾ അതിലേക്ക് നമ്മൾ വരാം. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് അഡാപ്റ്ററും കൂടി നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 33 വാട്ട് ചാർജറാണ്. അപ്പോൾ ഇതാണ് 33 വാട്ട് ചാർജർ. 11 വോൾട്ട് 3 ആംപിയർ 33 വാട്ട് ചാർജിങ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ട ഒരു ചാർജറാണ്. ഷവോമീൻ്റെ പല സ്മാർട്ട് ഫോൺസിലും കണ്ടതാണ് 33 വാട്ട് ചാർജർ. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു USB Type-C കേബിളാണ്. ഈ കേബിളിൽ വെച്ച് തന്നെ ചാർജ് ചെയ്താലേ 33 വാട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് ബോക്സ് പാക്കേജിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ UIയും എല്ലാ കാര്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പാസിഫിക് സൺറൈസ് കളർ. വളരെ ഒരു മനോഹരമായ ഒരു കളറാണ്. മുകളിലേക്ക് ഒരു ബ്ലൂയിഷ് അല്ലെങ്കിൽ ഗ്രീനിഷ് ടിൻ്റാണ് വരുന്നത്. പിന്നെ നമുക്കത് മേർജ് ചെയ്തിട്ട് ഒരു പിങ്കിഷ് ഹ്യൂ ആണ് വരുന്നത്. വളരെ ഒരു മനോഹരമായ കളറാണ്, നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇത് നേരിൽ കാണുമ്പോഴാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. വീഡിയോയിൽ എത്രത്തോളം വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇവിടെ നമുക്കൊരു ക്യാമറ, സർക്കുലർ ക്യാമറ ലേ ഔട്ടാണ് വരുന്നത്. 108 മെഗാ പിക്സൽ ക്യാമറ, ഒരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാ പിക്സൽ മാക്രോ സെൻസറും 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറാണ് വരുന്നത്. ഇതിനകത്ത് f1.75 അപ്പേച്ചറാണ് വരുന്നത്. പിന്നെ ഇവിടെ സൈഡിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും വോളിയം കീസുമാണ്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. പിന്നെ ഇവിടെ USB Type-C പോർട്ടും 3.5mm ഓഡിയോ ജാക്കും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. മുകളിൽ സ്പീക്കർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു IR ബ്ലാസ്റ്ററും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ഡിവൈസിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഡിവൈസ് ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് UI പറയാവുന്നത്. ഇത് MIUI 12 ആണ്. അപ്പോൾ നമുക്ക് എബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ കാണാം MIUI വേർഷൻ 12.0.3 ആണ് വരുന്നത്. അതേപോലെ തന്നെ 128GB സ്റ്റോറേജും 8GB RAM ആണ് വരുന്നത്. Android 10 ആണ് ഇതിൻ്റെ വേർഷൻ. Android 11ലേക്കുള്ള അപ്ഡേറ്റ് ഉടൻ തന്നെ വരും എന്നാണ് Xiaomi അവകാശപ്പെടുന്നത്. പിന്നെ നമുക്കിവിടെ എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്കറിയാം. പിന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റിഫ്രഷ് റേറ്റ് കാണാം. 120 Hz റിഫ്രഷ് റേറ്റും 60 Hz റിഫ്രഷ് റേറ്റുമാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് കണ്ടില്ലേ വളരെ സ്മൂത്ത് ട്രാൻസിഷനാണ് 120 Hz റിഫ്രഷ് റേറ്റിൽ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് MIUI 12 ആണ് വരുന്നത്. ഒരേ ഒരു പ്രോബ്ലം ഉള്ളൂ, ഇതിൽ ആഡ്സ് ഇല്ല. ആക്ച്വലി ആഡ്സ് ഇല്ലാത്ത UI ആണ്. കാരണം ഷോമീൻ്റെ Mi ഡിവൈസസിൽ ഒന്നും തന്നെ ആഡ്സ് വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഇവിടെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ ഇവിടെ ഒരു ആഡ്സും തന്നെ പോപ്പുലേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ റെഡ്മി ഡിവൈസാണ് ഇവിടെ ആഡ്സ് വന്നേനെ, പക്ഷേ ഇവിടെ ആഡ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ Mi ഡിവൈസസിൽ ആഡ്സ് ഇല്ല. പക്ഷേ വേറൊരു ഇഷ്യൂ എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് ബ്ലോട്ട്വെയർസ് ഇൻക്ലൂഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു 5-6 ഗെയിമും കുറേ ആപ്സ് എല്ലാം തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഇതിനകത്ത് ബണ്ടിൽഡ് ആണ്. അത് ആക്ച്വലി കുറേ വർഷങ്ങളായി നമ്മൾ പറയുന്നതാണ് ഷോമീൻ്റെ അടുത്ത് അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ പ്രോബ്ലി അത് ഷോമീൻ്റെ ഒരു റവന്യൂ മോഡലാണ്. അതുകൊണ്ട് നമുക്കത് കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ ഓപ്ഷൻ എന്താ വെച്ചാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യണം. ഞാനിപ്പോൾ കുറേ കൂടെ ക്ലീനർ ആക്കിയിട്ട് കണ്ടില്ലേ, ഞാനിപ്പോൾ അനാവശ്യ ആപ്സ് എല്ലാം തന്നെ കളഞ്ഞു. ഞാൻ എൻ്റെ ആപ്സ് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരു പ്രോബ്ലമാറ്റിക് ആപ്പാണ് ഗെറ്റ് ആപ്സ്. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് പുഷ് ചെയ്യും. അപ്പോൾ നമുക്കത് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം കൊണ്ട് തന്നെ UI നമുക്ക് അറിയാവുന്ന UI ആണ്. അപ്പോൾ വളരെ ഒരു ഫീച്ചർ റിച്ച് UI ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്കിതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു 108 MP ക്യാമറയാണ്. അപ്പോൾ ക്യാമറ UIൻ്റെ ഫീച്ചേഴ്സും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഷോമി സ്മാർട്ട് ഫോണിൽ കാണുന്ന UI ഒക്കെ തന്നെയാണ്. പോർട്രേറ്റ് മോഡ്, 108 MP മോഡ്, വ്ളോഗ് മോഡ്, ക്ലോൺ മോഡ്, അങ്ങനെ ഒരുപാട് മോഡ്സും ഫീച്ചേഴ്സൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. പ്രോ മോഡും കാണാം. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ നല്ലൊരു ക്യാമറ ഇൻ്റർഫേസ് ആണെന്ന് പറയാം. നമ്മൾ ഡീറ്റെയിൽ ആയി ക്യാമറ റിവ്യൂ പിന്നീട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതൊക്കെയാണ് Mi 10i എടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽ ആയി ക്യാമറ റിവ്യൂ ഉടൻ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് IPS LCD അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് കാണാൻ വളരെ നല്ല ബ്രൈറ്റ്നസ് ലെവൽസാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് നല്ല വ്യൂയിങ് ആംഗിൾസാണ് വരുന്നത്. കളേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല കളേഴ്സാണ്, നല്ല ഭയങ്കര വൈബ്രൻ്റായ കളേഴ്സാണ്. AMOLED പോലെയാണ്, പക്ഷേ എങ്കിലും AMOLEDന് അതിൻ്റേതായ ഒരു ഭംഗി ഒബ്വിയസ്ലി ഉണ്ടാവും. ഇത് നല്ല ഒരു ഡിസ്പ്ലേ ആണ്. സാധാരണ ഒരു IPS LCD പോലെയല്ല, നല്ല കളർഫുൾ ആൻഡ് വൈബ്രൻറ്റ് ഡിസ്പ്ലേ എന്ന് പറയാം. അതേപോലെ തന്നെ Gorilla Glass 5 സപ്പോർട്ട് ഉണ്ട്. 120 Hz റിഫ്രഷ് റേറ്റും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി ഇതിൻ്റെ ബാറ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4820 mAh കപ്പാസിറ്റി ബാറ്ററിയും 33 watt ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. സെപ്പറേറ്റ് വീഡിയോ ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു Xiaomi Mi 10iൻ്റെ ഒരു അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നൗ നെക്സ്റ്റ് വീഡിയോ. Have a great day.